ഞാൻ 2023 ഹിസ്പാനിക് വിമൻസ് പ്രസൻസ് ഔഷധി മിസ്സിസ് കേരളയിൽ ബെസ്റ്റ് കാറ്റ് വാക്ക് വിന്നറായിരുന്നു. അതിൽ ഫൈനലിസ്റ്റും ആയിരുന്നു. അതെൻ്റെ ഫസ്റ്റ് പേജ് ഉണ്ട്. ഇതെൻ്റെ സെക്കൻഡ് പേജ് ഉണ്ട്. അതിൻ്റെ ഒരു പാഷൻ കൂടിയാണ്. പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ന്യൂട്രീഷൻ, ഡയറ്റീഷ്യൻ അത്തരം കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കൂടിയാണ്. പിന്നെ ഇത് പാഷൻ. എനിക്ക് എൻ്റെ ഏറ്റവും സപ്പോർട്ടീവായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ എൻ്റെ പാരൻസ്. കാരണം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി വളർന്നു. നമ്മൾ കുറേ മാറി, ലോകം കുറേ മാറി. അതനുസരിച്ച് ഇന്നത്തെ സ്ത്രീകളും മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ മാറിയിരിക്കുകയല്ല. ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് പേജന്റ് റിലേക്കാണെങ്കിലും മോഡലിങ്ങിലേക്കാണെങ്കിലും കുറേ പേരൊക്കെ എൻ്റർ ചെയ്യുന്നു. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ട്. നമുക്ക് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെയ്ക്കുള്ള എൻ്റെ ജേർണിയിൽ എനിക്കെല്ലാം നല്ല എക്സ്പീരിയൻസ്. നമ്മൾ സൊസൈറ്റിയിൽ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിട്ടുണ്ട്. 2024 മിസ്സിസ് തൃശ്ശൂരായ മെറിൻ ജിപ്സിയാണ് നമ്മുടെ ഒപ്പം ഉള്ളത്. മെറിൻ, വെൽക്കം ടു മാപ്സ്റ്റിക് മീഡിയ. താങ്ക് യു. സോ ഇപ്പോൾ മിസ്സിസ് തൃശ്ശൂർ ആയിട്ടുണ്ട് ഈ വർഷത്തെ. അപ്പോൾ ആദ്യം തന്നെ മെറിനെ പറ്റിയിട്ട് നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തരാമോ? ഓക്കെ. ഞാൻ ഒരു എക്സിക്യൂട്ടീവ് നഴ്സായിട്ട് മാൽദീവ്സിലാണ് ഇപ്പോൾ വർക്ക് ചെയ്യുന്നത്. എൻ്റെ ഒരു ലീവ് ടൈമിലാണ്. അപ്പോൾ ഞാൻ ഇതിന് ഓൾറെഡി മുമ്പേ രജിസ്റ്റർ ചെയ്തു. അപ്പോൾ അതിൻ്റെ ഓൺലൈൻ ഓഡീഷൻസ് ഒക്കെ കഴിഞ്ഞു. അങ്ങനെ മെയ് 5 തൃശ്ശൂർ വെച്ചിട്ട് ഷോ നടന്നു. അതിൽ ഗ്രാൻഡ് ഫിനാലയിൽ ഫൈനലിസ്റ്റ് ആയിട്ട് വൈഫും ഒരു അമ്മയാണ്. അപ്പം എങ്ങനെയാണ്, ലൈക്ക് ഇപ്പോൾ ഒരു നഴ്സാണ്, അമ്മയാണ്, വൈഫാണ്, അങ്ങനെ കുറേ റോളുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ മിസ്സിസ് തൃശ്ശൂർ എന്നതിലേക്ക് സെലക്ട് അല്ലെങ്കിൽ ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചത്? ശരിക്കും പറഞ്ഞാൽ ഇതെൻ്റെ സെക്കൻഡ് പേജൻ്റാണ്. ഞാൻ 2023 ഹിസ്പാനിക് വിമൻസ് പ്രസൻസ് ഔഷധി മിസ്സിസ് കേരളയിൽ ബെസ്റ്റ് കാറ്റ് വാക്ക് വിന്നറായിരുന്നു. അതിൽ ഫൈനലിസ്റ്റും ആയിരുന്നു. അതെൻ്റെ ഫസ്റ്റ് പേജ് ഉണ്ട്. ഇതെൻ്റെ സെക്കൻഡ് പേജ് ഉണ്ട്. സോ ഇതിൽ മോഡലിംഗിൽ താല്പര്യം ഉണ്ടായിരുന്നു? അതിൻ്റെ ഒരു പാഷൻ കൂടിയാണ്. പ്രൊഫഷൻ നഴ്സിംഗ് ആണ്. അതിൻ്റെ കൂടെ തന്നെ ഞാൻ ന്യൂട്രീഷൻ, ഡയറ്റീഷ്യൻ അത്തരം കോഴ്സുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ സർട്ടിഫൈഡ് പ്രൊഫഷണൽ കൂടിയാണ്. പിന്നെ ഇത് പാഷൻ. എങ്ങനെയുണ്ട് മോഡലിംഗ് എന്ന് ചെയ്ത്? ഇപ്പോൾ മോഡലിംഗ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വി ഹാവ് ടു ഗോ ത്രൂ മെനി ചാലഞ്ചസ് നോ. അപ്പോൾ അതൊക്കെ എങ്ങനെ ലൈക്ക് ഓരോ വട്ടം എങ്ങനെയാണ് മുന്നോട്ട് വന്നത്? അതെല്ലാം ഫേസ് ചെയ്തത് എന്നെ സംബന്ധിച്ച് എനിക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് പഠിക്കാനും അറിയാനുള്ളൊരു എക്സൈറ്റ്മെൻറ്റ് എനിക്ക് എപ്പോഴും ഉണ്ട്. 2023 എനിക്ക് ബെസ്റ്റ് കാറ്റ് വാക്ക് കിട്ടി. ഇതിലും എനിക്ക് ബെസ്റ്റ് കാറ്റ് വാക്ക് കിട്ടി. അപ്പോൾ നമുക്ക് ആ ഒരു പാഷൻ എൻ്റെ ഉള്ളിലുള്ളതുകൊണ്ട് ഞാൻ ഓരോ സമയത്തും അത് ആസ്വദിച്ച് ചെയ്യാൻ എപ്പോഴും നോക്കിയിട്ടാണ്. അപ്പോൾ അതൊക്കെ എന്നെ കുറേ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. എനിക്ക് പിന്നെ ചോദിക്കാനുള്ളത്, ഇൻട്രൊഡക്ഷൻ വന്നപ്പോൾ മെറിൻ പറഞ്ഞൊരു കാര്യമാണ്, ഞാനൊരു അമ്മയാണ്, എനിക്കൊരു ഭാര്യയാണെന്ന്, മക്കളാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ പൊതുവേ നമ്മുടെ സൊസൈറ്റി മാറിയെന്ന് പറഞ്ഞാൽ പൊതുവേ സ്ത്രീകൾക്ക് മിസ്സസ് ആയിക്കഴിഞ്ഞാൽ ഒരു ലിമിറ്റേഷൻ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ശരിക്കും മെറിൻ്റെ ലൈഫിൽ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? എനിക്ക് എൻ്റെ ഏറ്റവും സപ്പോർട്ടീവായ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് എല്ലാത്തിനും എന്നെ ഹെൽപ്പ് ചെയ്യുന്ന ഹസ്ബൻഡ് ഉണ്ട്. പിന്നെ എൻ്റെ പാരൻസ്. കാരണം മുമ്പ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഇതിനൊന്നും അധികം അവസരങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ ഒക്കെ ഒത്തിരി വളർന്നു. നമ്മൾ കുറേ മാറി, ലോകം കുറേ മാറി. അതനുസരിച്ച് ഇന്നത്തെ സ്ത്രീകളും മാറ്റം വന്നിട്ടുണ്ട്. പണ്ടത്തെ പോലെ മാറിയിരിക്കുകയല്ല. ഒരുപാട് പെൺകുട്ടികൾ ഇന്ന് പേജന്റ് റിലേക്കാണെങ്കിലും മോഡലിങ്ങിലേക്കാണെങ്കിലും കുറേ പേരൊക്കെ എൻ്റർ ചെയ്യുന്നു. ആഫ്റ്റർ മാരേജ് ആണെങ്കിലും അത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവ് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ട്. പിന്നെ പൊതുവേ എന്ന് പറയുമ്പോൾ ഇപ്പോൾ മോഡലിംഗ് എന്ന് പറയുമ്പോൾ തന്നെ ഒരു വലിയൊരു ടാബു ആണ്. ലൈക്ക് കുറേ ഇഷ്യൂസും കുറേ കാര്യങ്ങളൊക്കെ വിശ്വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് മോഡലിംഗ് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് പറഞ്ഞപ്പോൾ വീട്ടിലാണെങ്കിലും ഹസ്ബൻഡിനൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫസ്റ്റ് അവരുടെ സൈഡിൽ നിന്ന് നെഗറ്റീവായിട്ട് അങ്ങനെ എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? അത് തുടക്കത്തിൽ അങ്ങനത്തെ. കാരണം ഞാൻ ചെറുപ്പം മുതലേ മിസ് കേരളയൊക്കെ ഉണ്ടായിരുന്ന സമയം മുതലേ എനിക്കിങ്ങനെ ഒരു ഇതിലേക്ക് ചെയ്യണം എന്നൊരു ആഗ്രഹം ഉണ്ടെങ്കിൽ അന്നൊന്നും എനിക്ക് ആ ഫാമിലി സപ്പോർട്ട് ഉണ്ടായിരുന്നില്ല. ഇതുപോലെ പറഞ്ഞ പോലെ കുറേ ധാരണകൾ നമ്മളെ സമൂഹത്തിൽ ഉണ്ടായിരുന്നു.
പിന്നെ ഇപ്പോൾ അതൊക്കെ കുറേ മാറി, ഞാൻ കുറേ കൂടി നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് നമ്മൾ എടുത്തു തുടങ്ങി. എടുത്താണ് ഹസ്ബൻഡ് ആണെങ്കിലും നമ്മൾ എന്താ പറയുക, ഒരേ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുന്ന ഒരു ആളാണ്. അതന്നെ. അപ്പോൾ ലൈക്ക് മോഡലിംഗ് വരുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് ഫാഷൻ ഫ്രീക്ക് ആവണം അങ്ങനെയല്ലേ? അപ്പോൾ എങ്ങനെ ഫാഷനബിളി ആയിട്ട് ഹസ്ബൻഡിനെയും വീട്ടുകാരൊക്കെ അങ്ങനെ പറയാറുണ്ടോ, ഇങ്ങനെ ഡ്രസ്സ് ചെയ്യുക അങ്ങനെയൊക്കെ പറയുന്നിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നമ്മൾ ഇതിലേക്ക് വരുമ്പോൾ നമ്മൾ ഫാഷൻ എന്ന് മാത്രമല്ല, നമ്മളുടെ ഒരു പേഴ്സണാലിറ്റിയും കോൺഫിഡൻസ് ഒക്കെയാണ് നമ്മളെ പേജൻറ്റിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മൾ ജസ്റ്റ് ഒരു ഫാഷൻ ഷോ മോഡൽസ് മാത്രം അങ്ങനെയല്ലല്ലോ, പേജൻറ്റുമാണ് നമ്മൾ മെയിൻ. ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതും എൻ്റെ എക്സ്പീരിയൻസ്. അപ്പം നമ്മളായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക, മെയിൻ കാര്യം. പിന്നെ ഈ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് മിസ്കൺസെപ്ഷനും ഒരുപാട് കാര്യങ്ങൾ കോൺട്രവേഴ്സീസ് അങ്ങനെ കുറേ കാര്യങ്ങൾ കേൾക്കുന്ന ഒരു ഫീൽഡാണ് മോഡലിംഗ് എന്ന് പറയുന്ന ഫാഷൻ ഫീൽഡ്. സോ അതിൻ്റെ ചാലഞ്ചസ് അല്ലെങ്കിൽ അതിൻ്റെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണ്? ഫാഷൻ മോഡലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഡീമെറിറ്റ്സും നമുക്ക് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഇത് എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇതുവരെയ്ക്കുള്ള എൻ്റെ ജേർണിയിൽ എനിക്കെല്ലാം നല്ല ഗുഡ് എക്സ്പീരിയൻസ്. നമ്മൾ സൊസൈറ്റിയിൽ കേൾക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിലും എൻ്റെ എക്സ്പീരിയൻസിൽ എനിക്ക് അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് ഉണ്ടായിട്ടില്ല. ഇത് ഈ പേജൻറ്റിലേക്ക് ഇറങ്ങിയപ്പോൾ അതെന്നെ തന്നെ വളരാനാണ് സഹായിച്ചിട്ടുള്ളത്. നമ്മളങ്ങനെയാണ്, നമ്മൾ കൂടുതൽ ഞാൻ ഏജായി പോകണമെന്നുള്ള തോന്നലുണ്ട്. നമുക്ക് ഇനിയും കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഇനിയും കുറേ പേജൻസ് കുറേ ഷോസൊക്കെ അറ്റൻഡ് ചെയ്യാനുണ്ടെന്നുള്ളൊരു അങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് നമ്മൾ വളരാനാണ് സഹായിക്കുന്നത്. ഒരു നെഗറ്റീവ് ഇത് എനിക്കിതുവരെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് പലപ്പോഴും ഒരു ഫാഷൻ മോഡൽ എന്നുള്ള ഇതിൽ പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലുമൊക്കെ ടിപ്സ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞങ്ങൾക്കൊരു ടിപ്സ് തരുമെന്നൊക്കെ പറഞ്ഞിട്ട്. എൻ്റെ കൂടെയുള്ളവരും കൂട്ടുകാരൊക്കെ ചോദിക്കുന്ന ഒരു കാര്യം, അങ്ങനെ എന്താ ടിപ്സ് നമുക്ക് ഇവിടെ പ്രഷർക്ക് എന്താ കൊടുക്കാനുള്ളത്? പറയാനുള്ളത്, നമ്മൾക്ക് വേണ്ടിയിട്ട് ജീവിക്കുക, നമ്മൾ മറ്റുള്ള ആൾക്കാരെ ശ്രദ്ധിക്കണ്ട. നമ്മൾ തെറ്റായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ചെയ്യുന്നത്. നമുക്ക് കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോൾ നമ്മളുടെ ആഗ്രഹങ്ങൾ സാധിക്കാനുള്ള കാര്യം സമയവും നമ്മൾ തന്നെ ഉണ്ടാക്കണം. അതാണ് എനിക്ക് എല്ലാവരോടും പറയാനുള്ളൊരു കാര്യം. പിന്നെ ഈ കാറ്റ് വോക്കിൽ 2 വട്ടം പേജൻറ്റിൽ വന്നപ്പോഴും ബെസ്റ്റ് കാറ്റ് വോക്ക് അല്ലെങ്കിൽ മിസ് കാറ്റ് വോക്ക് എന്നുള്ള ആ ഒരു ടൈറ്റിൽ കിട്ടിയെന്ന് പറഞ്ഞു. എന്തുകൊണ്ട്, ലൈക്ക് എങ്ങനെയാണ് ആ ഒരു കാറ്റ് വോക്കിൽ എക്സ്പെർട്ടൈസ് ആയത്? ഞാനെന്ന് പറയുമ്പോൾ ഒരു പ്രൊഫഷണൽ മോഡലോ ഒന്നുമല്ല. നമുക്ക് ഈ ഇവരുടെ ഗ്രൂമിങ് ഡേയ്സ് ഉണ്ടല്ലോ, മിസ്സസ് കേരളയ്ക്ക് മുമ്പ് ഉണ്ടായിരുന്നു, മിസ്സസ് തൃശ്ശൂരിന് മുമ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവർ തരുന്ന ഗ്രൂമിങ് സെഷനും ആ 2 ദിവസം കൊണ്ടാണ് നമ്മൾ ഈ പഠിക്കുന്നത്. 2 ദിവസം കൊണ്ടാണ് ഈ 2 ഷോയിലും പഠിച്ചത്. ആ കിട്ടുന്ന ഒരു ഇതുകൊണ്ടാണ് നമ്മളവർ പറയുന്ന മെയിൻ കാര്യങ്ങൾ. കയ്യിലെടുക്കണം, നടക്കണം. സ്റ്റേജ് ഫിയർ ഇല്ലായിരുന്നോ? ഇല്ല, സ്റ്റേജ് ഫിയർ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു. പക്ഷെ സ്റ്റേജിൽ കയറിയപ്പോൾ ഞാൻ അത്രയും ഇഷ്ടപ്പെടുന്നൊരു കാര്യമായതുകൊണ്ട് അത്രയും ഫ്രീ ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റും. ഈ 2 സ്റ്റേജിലും എനിക്ക് അങ്ങനെ തന്നെ തോന്നിയത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ മാക്സിമം കോൺഫിഡൻ്റ് ആയിട്ട് നിന്നത്. എന്താണ് ഇനിയിപ്പോൾ നെക്സ്റ്റ് ലെവൽ, ഇപ്പോൾ ഒരു നഴ്സും ആണ്, അതുപോലെ ഈ ഫാഷൻ ആൻഡ് നഴ്സ് രണ്ട് ഫീൽഡാണ്. എങ്ങനെയാണ് അത് ഹാൻഡിൽ ചെയ്യുന്നത്? ഇല്ല, അത് ഒക്കെ കൈൻഡ്നെസ് ഒരു വേറൊരു ഫീൽഡാണ്, വേറൊരു ഇതാണ്. ഇതൊരു തരം ഫാഷൻ. രണ്ടും കൂടെ ഭയങ്കര ചാലഞ്ചിങ് തോന്നിയിട്ടുണ്ടോ മാനേജ് ചെയ്യാൻ? കാരണം കോൺട്രാസ്റ്റ് 2 അങ്ങനെ വേണം. എപ്പോഴും നമ്മൾ ഒരേ ഒരു കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കാണ്ട് നമുക്ക് എപ്പോഴും കോൺട്രാസ്റ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനൊരു ബാലൻസ് ഉണ്ടാവില്ലേ? പോകാൻ പറ്റുള്ളൂ. ഓക്കെ. അപ്പോൾ ഇപ്പോൾ പറഞ്ഞ പോലെ നഴ്സാണ്, ഫാഷനാണ്. ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്തെങ്കിലും ഡ്രീം ഉണ്ടോ അച്ചീവ് ചെയ്യണമെന്ന്? ഞാനിപ്പോൾ വരുന്ന മിസ്സസിൻ്റെ കോമ്പറ്റീഷൻസിലൊക്കെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി നിൽക്കുന്നുണ്ട്. അങ്ങനത്തെ ഏജൻസ് വരുന്നുണ്ട്. അതിൽ ചിലതിൽ രജിസ്റ്റർ ചെയ്യാൻ ഓൾറെഡി ഞാൻ ചെയ്തു, പക്ഷെ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. കാരണം അപ്ലോഡ് ആയതുകൊണ്ടും ലീവ് നമുക്കൊരു പ്രശ്നം വന്നുള്ളൂ. നമ്മൾ എല്ലാത്തിലും അറ്റൻഡ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അവർ പറഞ്ഞ ഡേറ്റിൽ നമുക്ക് വരാനായിട്ട് അങ്ങനെ മിസ്സായി പോയിട്ടുണ്ട്. 2-3 ഷോ അങ്ങനെ മിസ്സായി പോയിട്ടുണ്ടല്ലേ? മൂവീസിനോട് താല്പര്യമുണ്ടോ? എനിക്ക് ആക്ടിംഗ് ഒക്കെ ഇഷ്ടമുള്ള ആൾ തന്നെയാണ്. കാരണം ഞാൻ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും നമ്മൾ റീൽസ് ഒക്കെ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വേറെ ഒന്നും കൊണ്ടില്ല, ഒരു രസം. നമ്മളെ ലൈഫ് നമ്മൾ എൻജോയ് ചെയ്യണം. ഞാൻ എല്ലാവരോടും അത് തന്നെയാണ് പറയുക. നമുക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ എൻജോയ് ചെയ്യുക, അടിച്ചു പൊളിച്ച് നമ്മൾ ആഘോഷിക്കാം. അപ്പോൾ അവസരങ്ങൾ വന്നാൽ നമുക്ക് അടുത്ത സിനിമയിൽ കാണാൻ പറ്റും എന്നാണ്. സിനിമ എനിക്ക് ഇഷ്ടമാണ്. നമ്മൾ അതിനൊരു എന്റർടൈൻമെന്റ് അല്ലേ? ഇഷ്ടമാണ്. നല്ല അവസരങ്ങളൊക്കെ കിട്ടിയാൽ ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ. അപ്പോൾ
ഈ പറഞ്ഞ പോലെ തന്നെ ഇനിയും അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇനി ഒരുപാട് മിസ് ഇന്ത്യ അതുവരെയൊക്കെ മിസ്സസ് ഇന്ത്യ അതുപോലെ പല പല ടൈറ്റിൽസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.